വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും പുത്രനും ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട് കയറി പ്രചരണം നടത്തി ആർക്ക് വേണ്ടിയാണ്? വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ആരുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതൊക്കെ അനിൽകുമാർ ഒന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് നൽകാണ്. അതായത് ഈ സെക്യുലർ ഹിന്ദു വോട്ടുകൾ ഉണ്ടല്ലോ, ആ വോട്ടുകളുടെ ഫ്രാക്ഷനെ കൂടെ നിർത്താൻ വേണ്ടി, അത് കൂടുതൽ വർഗീയമാകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും വർഗീയത പറയുന്ന കുറെ പേരെ കൂടെ ചേർക്കുക എന്നുള്ളതല്ല ശരിയായ നിലപാടെന്ന് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെയുള്ള വോട്ടുകൾ ഉണ്ടല്ലോ, ആ വോട്ടുകളിൽ ഞാൻ പൂർണ്ണമായും കണ്ണടച്ച് ഇരുട്ടാക്കുന്നില്ല. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ഒക്കെ ഒരു പരിധി വരെ ചെറിയ വർഗീയ ഫ്രാക്ഷനുകൾ ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തൊരു സെക്യുലർ മൈൻഡഡ് ഫ്രാക്ഷൻസ് ആണ് കൂടുതലും ഉള്ളത്. അവർ അതാത് കാലങ്ങളിൽ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇരട്ട നിലപാടെടുക്കുന്നവർ, ആ ഇരട്ട നിലപാടെടുക്കുന്നവരെ അവർ കൃത്യമായി അറിയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ PMC അടക്കമുള്ള വിഷയങ്ങളിൽ RSSുമായി സന്ധി ചെയ്ത പിണറായി വിജയനെ ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും സെക്യുലറായി ചിന്തിക്കുന്ന ഹിന്ദു സമൂഹം കണ്ടു. RSS ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന, നടക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ ആര് കണ്ടു? ഇവിടുത്തെ സെക്യുലർ മൈൻഡഡ് പീപ്പിൾ ആയിട്ടുള്ള ഹിന്ദു കണ്ടു, മുസ്ലിം കണ്ടു, ക്രിസ്ത്യാനി കണ്ടു. അപ്പോ സംഘ് പരിവാറിന് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ BJP അധികാരത്തിൽ വരേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുകയാണ്. അവർക്ക് സംഘ് പരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ അവർ CPM-നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. കാര്യം എത്രമാത്രം മലീവസമായിരുന്നു അജിംസ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗം എന്നത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഏതൊക്കെ സൈഡിൽ നിന്ന് ഏതൊക്കെ സൈഡിലുള്ള വർഗീയ പരാമർശങ്ങളാണ് വന്നത്. ആയതിനോടൊക്കെ സംസ്ഥാന സർക്കാർ എടുത്തു പോകുന്ന നിലപാട് എന്താണ് നമ്മൾ കണ്ടതല്ലേ. അപ്പോ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ആരുടെയും കൂടെ ചേരും. അതായത് കോൺഗ്രസിനെ തോപ്പിക്കാൻ ഏത് ചെകുത്താന്റെയും കൂട്ടുകൂടാം എന്ന ഇവരുടെ താത്വിക ആചാര്യന്റെ പഴയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതുപോലെ കോൺഗ്രസിനെ തോപ്പിക്കുക എന്നതിനപ്പുറത്ത് അധികാരത്തിന്റെ ആ ശീതളമായി നുണയാൻ വേണ്ടി ആരോടും കൂട്ടുചേരാം, ഏത് പ്രസ്താവനയും പിന്തുണയ്ക്കാം, ആ പ്രസ്താവനകൾക്ക് മുഴുവൻ കയ്യടി കൊടുക്കാം എന്നുള്ള നിലപാടിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഇവരുടെ വലിയ പതനത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്. കാര്യം ബംഗാളിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ, ത്രിപുരയിലടക്കം ഇവർ പുറകിൽ പോയ പലയിടങ്ങളിലും നമ്മൾ ഇത് മുമ്പ് കണ്ടതാണ്. അതായത് ഇവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വർഗീയ കക്ഷികൾ അതാത് കാലങ്ങളിൽ ആരാണോ അവർക്ക് അനുകൂലമാകുന്നത്, ഏത് കാറ്റ്, തെക്കോട്ട് കാറ്റ് വീഴ്ചയാലാണോ വടക്കോട്ട് കാറ്റ് വീഴ്ചയാലാണോ അനുകൂലമാകുക, ആ സൈഡിലേക്ക് ഫാൻ തിരിച്ചു വെക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വർഗീയത CPM ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നല്ല പറയുന്നത്, ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയാണ് നിലകൊണ്ടത്. അതുകൊണ്ടാണ് ശബരിമല സമരത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാം, അതുകൊണ്ടാണ് പൗരത്വ സമരത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാം, അതുകൊണ്ടാണ് വിവിധ ന്യൂനപക്ഷ വിഷയങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കാണാൻ സാധിക്കുന്നത്. ഇനി അദ്ദേഹം നേരത്തെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാപ്പ അടക്കമുള്ള കാര്യങ്ങൾ